ഹായ് ഗായ്സ്, നമ്മൾ ഇന്നൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസൊനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് എടുക്കാം, ബാക്കി മെസ്സേജസ് ലീവ് ചെയ്യാം. ഓക്കെ, സോ കാർഡ്സ് ഓൾറെഡി ഷഫിൾ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും തമ്മിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ് കണക്ഷൻ എന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് തേർഡ് പാർട്ടിയുടെ നോക്കാം. ഫസ്റ്റ് കാർഡ് നമുക്ക് 5 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളായിട്ട് ഭയങ്കര ഒരു അട്രാക്ഷനാണ് ഇവിടെ കാണുന്നത്. ഭയങ്കര അട്രാക്റ്റഡ് ആണ്, നിങ്ങളോട് ഡീപ്ലി കണക്റ്റഡ് ആണ്, നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഇത് വേൾഡ് ആണ്. സോ ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ എനർജീസ് തമ്മിൽ ഒരുപോലെ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനർജി അട്രാക്റ്റഡ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് ഒരു കുറഞ്ഞ്, ഇപ്പം നിങ്ങൾ കുറച്ച് കുറവും അവർക്ക് കൂടുതലും അങ്ങനെയൊന്നുമല്ല, രണ്ടുപേരും നല്ലപോലെ അട്രാക്റ്റഡ് ആണ്. പിന്നെ നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ആയിട്ടാണ് കാണുന്നത്. സോ അടുത്ത കാർഡ് 3 ഓഫ് കപ്സ് ആണ്. സോ ഇതിലെനിക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സണെ നിങ്ങൾ ഒരു അബ്രോഡ് ആയിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ കോളേജിൽ വെച്ചോ അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചോ മീറ്റ് ചെയ്തൊരു പേഴ്സണാണ്. പക്ഷെ ഇപ്പം ആ വ്യക്തി അബ്രോഡായിട്ട് വേറൊരു കൺട്രിയിലായിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ ഈ കൺട്രിയിൽ തന്നെ ലൈക്ക് ഒരു സ്റ്റേറ്റ് വിട്ടോ അങ്ങനെയായിട്ടാണ് കാണുന്നത്. എന്നാലും പ്രസന്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഇല്ല ഈ വ്യക്തി. ഓക്കെ, അടുത്ത കാണുന്ന പറയുന്നത് 9 ഓഫ് വാൻഡ്സ് ആണ്. ഈ വ്യക്തി ഒരു നല്ലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ യാതൊരു വലുതായിട്ടൊരു വഴക്കും ഒന്നും ഇല്ലാതൊരു പീസ്ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് ഏസ് ഓഫ് സോഡ്സ് ആണ്. ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ ഈ വ്യക്തിയായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്ത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു കാണും നിയർ ഫ്യൂച്ചറിൽ. ഓക്കെ, സോ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ദ ഹൈ പ്രീസ്റ്റസ് റിവേഴ്സ്ഡ് ആണ്. ഇതിനകത്ത് എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷന് അത് എടുക്കണമെന്നുണ്ട്. പക്ഷേ എന്തൊക്കെയോ ഒരു ബ്ലോക്കാണ് കാണുന്നത്. ആ ബ്ലോക്ക് ഈ തേർഡ് പാർട്ടി കാരണമാണ് ഉണ്ടാകുന്നത്. അതല്ലാതെ നിങ്ങളോട് ഇപ്പം നിങ്ങൾ മാരേജിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളെങ്കിൽ ഒന്നെങ്കിൽ മാരേജിലോട്ട് കടക്കാനോ, അല്ലെങ്കിൽ ഓൾറെഡി മാരേജ് ചെയ്ത പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യാനോ, അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാൻ വേണ്ടി അയാൾ കാത്തിരിക്കുവാണ്, അല്ലെങ്കിൽ അയാൾ പ്ലാൻ ചെയ്യുവാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ബ്ലോക്കാണ് കാണുന്നത്. ഓക്കെ, ടെമ്പറൻസ്. സോ ഇവിടെ കാണാൻ കഴിയുന്നത് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളെ തന്നെ ചൂസ് ചെയ്യണമെന്നുണ്ട്. എല്ലാം നിങ്ങൾ തമ്മിലുള്ള വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷനോ എല്ലാം മാറി അവരുടെ മൈൻഡ് ഒന്ന് സെറ്റാക്കി നിങ്ങളെ തന്നെ മാരി ചെയ്യണമെന്നാണ് അവർ. മാരി അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് മൂവ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെ കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ഒരു മാഗ്നറ്റൈസിങ് എനർജിയാണ്. നിങ്ങൾ തമ്മിലൊരു മാഗ്നറ്റ് പോലെ അട്രാക്ട് ചെയ്ത് ഇരിക്കുകയാണ്. അത്രയ്ക്കും ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഓബ്സ്റ്റക്കിൾസ് എല്ലാം ഓവർകം ചെയ്ത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഭയങ്കര ഒരു വേർത്താണ് അവരുടെ ലൈഫിൽ തന്നെ. നിങ്ങളുടെ വാല്യൂ അവർക്ക് ഒരുപാട് വലുതാണ് അവരുടെ ലൈഫിൽ. 6 ഓഫ് കപ്സ്. സോ അവർ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. അടുത്തതെന്ന് വെച്ചാൽ നൈറ്റ് ഓഫ് സോഡ്സ് റിവേഴ്സ്ഡ് ആണ്. നിങ്ങൾ തമ്മിലുള്ള എനർജി എന്ന് പറഞ്ഞൊരു ലൈറ്റ് ഹാർട്ടഡ് നല്ലൊരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഭയങ്കര ഒരു വഴക്കും കൂടാതെ വളരെ ഒരു കാമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു നിങ്ങൾ തമ്മിൽ. ഇനി നമുക്ക് നിങ്ങളുടെ പാർട്ട്ണറും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 2 ഓഫ് വാൻഡ്സ് റിവേഴ്സ്ഡ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ തേർഡ് പാർട്ടിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കുവാണ്. എങ്ങനെയും അവിടെ അടുത്തൊന്ന് മാറി നിൽക്കാൻ നോക്കുവാണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ മാരീഡ് ആയിരുന്നെങ്കിൽ അവർ ഡിവോഴ്സ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരതിൽ നിന്നെല്ലാം സെപ്പറേറ്റഡ് ആണ്. എങ്ങനെയെങ്കിലും അവരൊന്ന് മാറി നിൽക്കാനാണ് നോക്കുന്നത്. പിന്നെ ഇതിനകത്തിൽ അവർ തമ്മിൽ എന്തൊക്കെയോ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് അവർ തമ്മിലുണ്ട്, അത് കാണുന്നുണ്ട്. സോ 7 ഓഫ് കപ്സ്. ഇതിനകത്ത് കാണുന്നത് വെച്ചാൽ ആ മറ്റൊരു വ്യക്തിയായിട്ട് തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഒരു രീതിയിലും ഒരു ബന്ധമില്ലാതെ, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരൊരു സ്റ്റിൽ ഇമോഷണലി അവർ തമ്മിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് അവരോടൊരു ഒരു തരത്തിലൊരു ഫീലിങ്സ് ഇല്ല, നേരത്തെ ഉള്ള ഫീലിങ്സ് ഇല്ല, എന്തൊക്കെയോ മാറി നിൽക്കുകയാണ്. പക്ഷെ ഒരു ആക്ഷനും അവർ എടുത്തിട്ടില്ല. അവർ ബ്രേക്കപ്പ് ആവാൻ പറയൂ, അങ്ങനെയൊന്നും ഒരു ആക്ഷനും എടുക്കാത്ത രീതിയാണ് കാണുന്നത്. നമുക്ക് കുറച്ചും കൂടെ കാർഡ്സ് എടുക്കാം, അപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. സോ അടുത്ത കാണുന്ന പറയുന്നത് 7 ഓഫ് വാൻഡ്സ് ആണ്. ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഈഗോയിസ്റ്റിക് ആളായിട്ട്, വളരെ ഈഗോ വെച്ച ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറിനെ
കൺട്രോൾ ചെയ്യാൻ നോക്കുവാണ്, ഓവർ കൺട്രോൾ ചെയ്യാൻ നോക്കുവാണ്. ലൈക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഈ വ്യക്തി കാരണം അത് ഒരു നടക്കാത്ത പോലെ ഒരു കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കുന്ന ഒരു സ്വഭാവമായിട്ടാണ് കാണുന്നത്. ഓക്കെ ഓക്കെ സോ 4 ഓഫ് കപ്സ് റിവേഴ്സ്ഡ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പേഴ്സൺ ഇവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, സെപ്പറേറ്റഡ് ആണെങ്കിൽ എന്ത് തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. മെയിൻലി എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് രണ്ടുപേരും തമ്മിൽ ഒരു നൂല് ബന്ധം ഉള്ള പോലെ ഒരു അറ്റാച്ച്ഡ് ആണ് ഇവർ. മെയിൻലി ഈ നൂല് വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് വലിക്കുന്നത് ഈ തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാർട്ട്ണറിന് ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ആ ഒരു റിലേഷനിൽ നിന്ന് മാറണമെന്നുണ്ട്. പക്ഷേ എന്തോ അവർ തമ്മിൽ ഒരു ഫിനാൻഷ്യൽ മാറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഷെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വസ്തു ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അത് കാരണം ഇവർക്ക് നിങ്ങളുടെ പാർട്ട്ണറിന് ആ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല. ഇവന്തോ ഇവർ സെപ്പറേറ്റഡ് ഇമോഷണലി ഈ പാർട്ട്ണർ തേർഡ് പാർട്ടിയായിട്ട് സെപ്പറേറ്റഡ് ആണെങ്കിലും അവർ തേർഡ് പാർട്ടി ഇത് സമ്മതിക്കുന്നില്ല മൊത്തത്തിൽ മാറാൻ വേണ്ടി. ഓക്കെ അവർ വീണ്ടും വീണ്ടും ആ ഒരു സ്ട്രിങ് വലിച്ച് അവരെ നിങ്ങളുടെ പാർട്ട്ണറിനെ അടുത്തോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണ്. ഓക്കെ സോ 4 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ്ഡ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇതൊരു വല്ലാത്തൊരു ഇമോഷണൽ പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങളുടെ വ്യക്തിക്ക്. അവർ വല്ലാത്തൊരു എന്താ പറയുക സ്റ്റാഗ്നൻ്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ്. എന്ന് വെച്ചാൽ മറ്റൊരു തേർഡ് പാർട്ടി ഇവരെ ഒരുപാട് കൺട്രോൾ ചെയ്ത് ഇവർക്ക് സ്വന്തമായിട്ട് എന്തോ ചെയ്യണം എന്ന് ഇവർക്കൊരു സൊല്യൂഷൻ ഇല്ല. ഇവർക്ക് എങ്ങനെയും നിങ്ങളുടെ അടുത്ത് വരണമെന്നുണ്ട്, ആ ഒരു റിലേഷൻ എങ്ങനെയും ബ്രേക്കപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇവർ തമ്മിൽ ഇൻവോൾവ് ആണ്. അതിൽ നിന്ന് ഈസി ആയിട്ട് ഇവർക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല. 7 ഓഫ് കപ്സ്. ഓക്കെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ഈ പേഴ്സൺ അവരുമായിട്ട് ഒരുപാട് മാറി നിൽക്കുകയാണ്. അവർ തമ്മിൽ ഭയങ്കര ആർഗ്യുമെന്റും വഴക്കും കുറേ അൺസർട്ടനിറ്റിയും ആണ് കാണുന്നത്. സോ ഇവർ തമ്മിൽ ഒരുപാട് എന്താ പറയുക ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടാണ് കാണുന്നത്. കുറേ നാളായിട്ട് അറിയാവുന്ന വ്യക്തികളാണ്. ഒരു സെൻറ്റിമെൻ്റൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെന്നുണ്ടെങ്കിലും ഈ ഒരു സെൻറ്റിമെൻറ്റ്സും ഈ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടീസും കാരണമാണ് മാറാതിരിക്കുന്നത്. എന്തായാലും ഒരു ലോങ് ടേം റിലേഷനായിട്ടാണ് കാണുന്നത്. നൈറ്റ് ഓഫ് വാൻസ്. ഓക്കെ സോ ഇവിടെ കാണുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ എന്തോ ഫിസിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടാണ് കാണുന്നത്. ഓക്കെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ആയിരുന്നു മെയിൻലി. അതിൻ്റെ കൂടെ ഇവർ ഫിസിക്കൽ റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നിട്ടുണ്ട്. ഓക്കെ സോ ഇതൊക്കെയാണ് ഞാൻ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കാണുന്നത്. കുറച്ച് ഇത് വലിയ പോസിറ്റീവായിട്ടുള്ളതല്ല. ഓൾമോസ്റ്റ് നിങ്ങളെ അട്രാക്റ്റഡ് ആണ്. അത് നോക്കുമ്പോൾ നിങ്ങളെ ഒരുപാട് ഇഷ്ടമൊക്കെയാണ്. പക്ഷേ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ഇവർ മാറി നിങ്ങളുടെ അടുത്ത് വരുമെന്നോ എനിക്ക് ഈ കാർഡ്സിൽ അല്ലെങ്കിൽ എനിക്ക് യൂണിവേഴ്സ് ഏഞ്ചൽസും പറയുന്നില്ല. കാർഡ്സിനൊന്നും കാണുന്നില്ല നിങ്ങളുടെ അടുത്ത് വരൂ എന്താണെന്ന്. അവർക്ക് വരണം എന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ പക്ഷെ തേർഡ് പാർട്ടിയായിട്ട് ഒരു എന്തൊക്കെയോ ഒരു കണക്ഷൻ ഇമോഷണലി ഫുള്ളി സെപ്പറേറ്റഡ് ആണെന്ന് പറയുവാണെങ്കിലും അവർ ഫിസിക്കലി ഇൻവോൾവ് ആയിരുന്നു. സോ എല്ലാം കൊണ്ടും ഒരു ഐ നോ ഇറ്റ്സ് നോട്ട് ഹാപ്പി റീഡിങ്. പക്ഷെ ഇതാണ് എനിക്ക് ഈ റീഡിങ്ങിലൂടെ കാണാൻ കഴിയുന്നത്. സോ ഓൾ ദ ബെസ്റ്റ്. സോ എന്തായാലും ഈ മെസ്സേജസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ.